നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും പഴയ ഒരു വണ്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ i20 എന്തുകൊണ്ട് ചൂസ് ചെയ്തു. കാരണം ഇത് ഏകദേശം ഒരു 16 വർഷം പഴക്കമുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പം ഒരുപാടധികം പേര് നമ്മളോട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ. അപ്പം ശരിക്കും ഈ 16 വർഷങ്ങൾക്ക് ശേഷം ഈ വണ്ടി എത്രത്തോളം റിലവന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി എടുക്കാവേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ആ വിസിൽ സൗണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. കാരണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ടർബോന്റെ സൗണ്ടാണ്. നൈസ് ആയിട്ടുള്ള ഒരു വിസ്ലിംഗ് സൗണ്ട് കേൾക്കാം ഒന്നിട്ട് കാല് കൊടുത്തെടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൽ പറയട്ടെ, അതായത് ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി നല്ല കുറവുള്ള ഒരു കാര്യമാണ് എന്ത്, ടർബോ ലാഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ RPM-ലാണെങ്കിലും വലിയ രീതിയിലുള്ള ലാഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ ഡീസൽ എഞ്ചിന് വരുന്ന പോലത്തെ ഉള്ള വണ്ടി അങ്ങോട്ട് കയറി പോയിക്കോളും. അത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ i20 എടുത്തു എന്നുള്ള കാര്യം. അപ്പം ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാവശ്യം ഞാൻ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാല് ഈ വണ്ടി, അതായത് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഏകദേശം ഒരു 2009 മോഡൽ i20 ആണ്. ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. 2008 ആദ്യമായിട്ട് എന്താ പറയാ, നമ്മുടെ ഹ്യുണ്ടായി ഇന്ത്യയിലേക്ക് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്താ വെച്ചാൽ 2008 ഇത് ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്തും ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നുള്ള വേറെ ഒരു എന്താ പറയാ ഹാച്ച് ബാക്കിനും ഇല്ലാത്ത അത്രയധികം ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ശരിക്കും ഇന്ത്യയിലെ ഫസ്റ്റ് പ്രീമിയം ഹാച്ച് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയി എന്നൊന്നും തോന്നാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ വണ്ടി ഇറങ്ങിയിട്ട് ആക്ച്വലി ഒരു 16 വർഷമായി. ഈ 16 വർഷമായിട്ടും ഇന്നും ഈ വണ്ടിക്ക് അത്യാവശ്യം ഒരു ഫാമിലി അല്ലെങ്കിൽ എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം 4 വിൻഡോ പവർ വിൻഡോ ആണെങ്കിലും, നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും, എയർ ബാഗ് ആണെങ്കിലും, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ വേണ്ട. പിന്നെ ഞാൻ കുറച്ച് ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, എസ്പെഷ്യലി പഴയ ഡീസൽ എഞ്ചിൻസ് ഒക്കെ. അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഈ വണ്ടി തോന്നി. പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല വണ്ടി കിട്ടി എന്നുള്ളതാണ്. ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പം നല്ലൊരു വണ്ടി കിട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ റിഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വോക്സ്വാഗൻ പോളോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിപ്പം നല്ല വണ്ടി കിട്ടാനില്ല ആക്ച്വലി. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് നല്ല വണ്ടി കിട്ടി. പിന്നെ എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ്, നല്ല വണ്ടിയാണ്. നമുക്ക് ഫസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്തുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ കിട്ടണം എന്നുള്ളത് ആയിരുന്നു നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം വെച്ചാൽ എനിക്ക് ഡീസൽ വണ്ടികളോടുള്ളൊരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഈ മോഡേൺ വണ്ടികൾ പെട്രോൾ എഞ്ചിൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടാണ്, വൈബ്രേഷൻ കുറവാണ്, എന്താ പറയുക ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ എന്തൊക്കെ ഇരുന്നാലും നമ്മളെ പഴയ ഡീസൽ എഞ്ചിൻസ്, എന്താ പറയുക BS3 അല്ലെങ്കിൽ BS4 ഡീസൽ എഞ്ചിൻസ് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാം. എല്ലാവർക്കും അത് ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊരു ഫ്രണ്ട് തന്നെ ഉണ്ട്, പേഴ്സണലി ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് അവൻ. പക്ഷെ എന്നിട്ട് പോലും അവൻ പലപ്പോഴും അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ പെട്രോൾ വണ്ടി മേടിച്ചിട്ട് ലോങ് ഒക്കെ പോകുന്നത് കാണാം. അപ്പം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവൻ പറയും, എടാ ഡീസൽ വണ്ടി ഭയങ്കര വൈബ്രേഷൻ അല്ലേ, ഭയങ്കര നോയ്സിയാണ്, എനിക്ക് നല്ല പെട്രോൾ വണ്ടി അല്ലേ എന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്കെന്തോ, അതായത് ഇതിൻ്റെ ഈ ഒരു ഫീലും ഇതിൻ്റെ ഈ ഒരു സൗണ്ടും ഇതിൻ്റെ ഈ ഒരു ടർബോന്റെ ഒരു സൗണ്ടും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഡീസൽ വണ്ടികളുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി പോയി. അതുകൊണ്ടാണ് എന്താ പറയുക, ഞാൻ കുറച്ച് മുമ്പേ പല കാറിൻ്റെ ഷോറൂമിൽ നിന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ പുതിയ പുതിയ പെട്രോൾ എഞ്ചിൻസും കാറുകളും ഒക്കെ ഓടിക്കുന്നതാണ്. എന്നിട്ടും നമുക്ക് പഴയ വണ്ടികളോടൊരു ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാല് അപ്പം അത് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാറിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.4 ലിറ്റർ CRD എഞ്ചിനാണ്. അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്, അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. കാരണം ഈ എഞ്ചിൻ അവർ പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴും ഒക്കെ ഈ സെയിം എഞ്ചിൻ തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ എഞ്ചിൻ 90 bhp ഏകദേശം ഒരു 220 Nm ടോക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും എന്താ പറയുക, ഒരു ആവറേജ് എന്താ പറയുക ഔട്ട്പുട്ടൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ശരിക്കും ഇത് ഓടിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു 90 bhp അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഞാൻ ടർബോ ലാഗ് കുറച്ച് കുറവാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഈ ഡിസൈനാണ് കുറച്ച് എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. അതായത് ഹ്യുണ്ടായി ഇതിനെ പറയുന്നത് ഫ്ലൂയിഡിക് ഡിസൈൻ എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക, ഈ മൾട്ടി ജെറ്റ് എഞ്ചിൻ ഓടിച്ചവർക്ക് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചവർക്കൊക്കെ അറിയാം ചെറിയൊരു ടർബോ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൾട്ടി ജെറ്റിനേക്കാൾ എന്താ പറയുക പെർഫോമൻസ് ഉണ്ട് കേട്ടോ ഈ വണ്ടി. ആക്ച്വലി മൾട്ടി ജെറ്റിനേക്കായി ഔട്ട്പുട്ടും ഉണ്ട്, കാല് കൊടുക്കുന്ന സമയത്ത് മൾട്ടി ജെറ്റിനേക്കായി അടിപൊളിയായിട്ട് കയറുന്നുമുണ്ട്. അപ്പം ഇതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഇതിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിലിപ്പോൾ ആകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് ഇല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ബ്ലൂടൂത്ത് അല്ല, അതൊരു നമ്മൾ ചെറിയൊരു മൊഡ്യൂൾ കയറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അന്ന് 2008 ഹ്യുണ്ടായി ഇതിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ശരിക്കും എന്താ പറയുക ഇൻക്രെഡിബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ നല്ല വണ്ടി കിട്ടിയപ്പോൾ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി ജസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ, അതായത് മൈലേജ് കിട്ടാൻ വേണ്ടി ഓടിക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു ആവറേജ് ഒരു 20 മൈലേജ് നമുക്ക് കിട്ടും. ഇല്ല നമ്മൾ ഒന്ന് കാലെടുത്ത് ഓടിക്കാന്നുണ്ടെങ്കിൽ ഒരു 15 to 18 ഇടയിൽ, അതാണ് ഒന്ന് നന്നായിട്ട് കാലെടുത്തിട്ട് കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട് ഓടിക്കാന്നുണ്ടെങ്കിൽ ഉള്ളതാണ്. അതിലും താന്നു പോയില്ല, ഒരു 15 എന്തായാലും കിട്ടും. ഒരു നമ്മള് ഹൈവേ ഒക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 20 എന്തായാലും കിട്ടുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ സർപ്രൈസ് ആവും. കാരണം വെച്ചാൽ നമ്മളൊരു ലോങ് പോകുന്ന സമയത്ത് നമ്മളൊരു 20 വെച്ചിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഡീസൽ അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡീസൽ ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പം എനിക്കൊന്നും ഒരു ലോങ് പോകുന്ന സമയത്ത് 20-22 ആ റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. പിന്നെ വണ്ടി ഭയങ്കര റിലയബിൾ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഭയങ്കര സൈലന്റ് ആണ് ആള്. അന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആള് ഭയങ്കര സൈലന്റ് ആണ്. നല്ല നമുക്ക് എന്താ പറയാ, ബോണറ്റൊക്കെ ഒന്ന് തുറക്കുന്ന സമയത്താണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് സൗണ്ട് കേൾക്കുന്നത് വണ്ടിയുടെ. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് അത്ര നോയ്സി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എഞ്ചിൻ നോയ്സിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുക ആ ഒരു ടർബോന്റെ ഒരു വിസ്ലിംഗ് സൗണ്ട് ആണ്. അത് ആക്ച്വലി നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ ഇതിന്റെ ഒരു കംഫർട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. കംഫർട്ട് നല്ല കംഫർട്ടാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് വണ്ടി ഇറക്കിയതല്ല അവർ ശരിക്കും ഇതിനെ പറ്റിയിട്ട് അവരുടെ ആരണ്ടി നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെ ഇറക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതിന്റെ സീറ്റിംഗ് ഉണ്ടോ അത്യാവശ്യം നല്ല എന്താ പറയാ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു 400-500 ഒക്കെ സിംഗിൾ സ്ട്രെച്ചിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും യാതൊരു അതായത് ഇത് വെന്റിലേറ്റർ സീറ്റ് ഒന്നും അല്ലല്ലോ, എന്നിട്ട് കൂടി നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. അതിപ്പം കോ ഡ്രൈവറിന്റെ സീറ്റ് ആണെങ്കിലും ബാക്കിലെ സീറ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, 3 പേർക്ക് സുഖമായിട്ട് അതിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഇലക്ട്രോണിക്കലി അല്ലെങ്കിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇതന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഇതിന്റെ തൊട്ടുമുള്ള ഒരു ആസ്റ്റ ഓപ്ഷനിൽ എന്ന് പറഞ്ഞിട്ടും കൂടി ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു, കുറച്ച് റയറാണ്. അതിലൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല സൺറൂഫ് അടക്കമുള്ള i20 അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും എന്താ പറയുക ആ ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എന്താ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒട്ടും എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ഇന്നിറങ്ങുന്ന പല വണ്ടികളുമായിട്ടും വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കയറ്റിയാൽ മതിയായിരിക്കും. കാരണം വെച്ചാൽ 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും വരുന്നുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ബാക്കിലെ സീറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിലെ 2 സീറ്റിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്. മാത്രമല്ല സ്പ്ലിറ്റ് സീറ്റുമാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പെർഫോമൻസ് ആണ്. ശരിക്കും ഈ ഡീസൽ എഞ്ചിന് ഓടിക്കാൻ ഭയങ്കര ഫണ്ണാണ്. നമ്മളെ എന്താ പറയാ
നമ്മുടെ 1.3 മൾട്ടിജെറ്റ് ഓടിക്കുന്നേക്കാൾ ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാൻ. ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നത് അത്ര മോശമായിട്ടല്ല കേട്ടോ, നല്ല സക്സസ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, പക്ഷേ അതിനേക്കാൾ ഫണ്ണാണ് ഈ വണ്ടി ആക്ച്വലി. അപ്പം പിന്നെന്തെന്ന് വെച്ചാൽ നമ്മൾ ഡീസൽ എഞ്ചിൻ തന്നെ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു, നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ നമുക്ക് ഡീസൽ എഞ്ചിൻസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇതൊന്നും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഡീസൽ എഞ്ചിൻ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ജനറേഷൻ മേ ബി നമ്മളുടെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ BS4 നിന്ന് BS6 വന്നപ്പോൾ തന്നെ ഡീസൽ എഞ്ചിൻസ് ഒക്കെ നല്ല രീതിയിൽ മാനുഫാക്ചേഴ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ BS6 ഒരു BS7 അപ്ഗ്രേഡിലോട്ട് ഈ ഇയർ എൻഡിലൊക്കെ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടി വരുന്ന സമയത്ത് ചാൻസ് കുറവാണ്, അതായത് നമ്മളെ പല ഡീസൽ എഞ്ചിൻസും സർവൈവ് ചെയ്യണം. ഇപ്പൊ തന്നെ നമുക്ക് ഹാച്ച് ബാക്കിൽ ആകെ ഓരോ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പം ഡീസൽ വണ്ടി ഓടിക്കുന്ന ലാസ്റ്റ് ജനറേഷൻ നമ്മളുടെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് പിന്നെ ഡീസൽ എഞ്ചിൻ ഇഷ്ടമാണ്, നോയ്സ് ആണെങ്കിലും ഇതൊക്കെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ അതിലൊരാളാണ്. എന്ന് വെച്ചാൽ പെട്രോൾ എഞ്ചിൻ മോശമാണെന്നല്ല, നല്ല പെട്രോൾ എഞ്ചിൻസ് ഉണ്ട്, അടിപൊളി പെട്രോൾ എഞ്ചിൻസ് ഉണ്ട്. അപ്പം പക്ഷേ നമ്മൾ വേറൊരു ഫീലാണ് ശരിക്കും ഡീസൽ എഞ്ചിൻ ഓടിക്കാൻ. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഇത് ഇന്ന് എടുക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി. കാരണം എന്താ വെച്ചാൽ ഇത്രയും പഴയ വണ്ടിയാണ്, ഇത്ര പഴക്കമുള്ള വണ്ടിയാണ്, പിന്നെ എന്താ പറയുക ഡീസലാണ്, അതിൻ്റെ ആയിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ സർവീസും ഇതിൻ്റെ എന്താ പറയുക പാർട്സ് അവൈലബിലിറ്റിയും ഇപ്പം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1.5-2 വർഷം ആവാനാവുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് മോട്ടർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ AC കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ആ പാർട്സ് ഒക്കെ നമുക്ക് പുതിയത് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ പൊളിയിൽ പോയിട്ടൊന്നും എടുക്കാനുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് മോട്ടർ പുതിയ കിട്ടിയിട്ടുണ്ട്, പിന്നെ AC കൂളിംഗ് കോയിലും കണ്ടൻസറും ഒക്കെ നമുക്ക് പുതിയത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒറിജിനൽ നമ്മുടെ കിയ മറ്റേ ഹ്യുണ്ടായി ലൈനപ്പിലാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് അല്ലെങ്കിൽ പാർട്സിന്റെ അവൈലബിലിറ്റി ഇന്നും ഈ വണ്ടിക്ക് ഉണ്ട്. അപ്പം ആ കാര്യത്തിൽ വലിയ പേടിയൊന്നും പേടിക്കണ്ട. പിന്നെ മാരുതിയുടെ പോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, നമുക്കിപ്പോൾ കുറച്ച് നടക്കേണ്ടി വരും എന്തായാലും. അത് മീൻ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇതിന്റെ പിന്നാലെ നടക്കണമെന്നൊന്നുമല്ല, പാർട്സ് നമുക്ക് ഇന്നും അവൈലബിൾ ആണ്. നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ തന്നെ ഉണ്ടായിരിക്കും, ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്ക്ഷോപ്പിൽ ചോദിച്ചാൽ മതിയാവും. പാർട്സിന്റെ എന്താ പറയുക പാർട്സിന് കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും ഈ വണ്ടിക്ക് ഇല്ല ആക്ച്വലി. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ജനറേഷൻ പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആണിത്. 2008 ഈ ജനറേഷൻ ഇറങ്ങുന്നത്. ഇതൊരു 2009 വണ്ടിയാണ്. ഇതിന് ശേഷമാണ് സെക്കൻഡ് ജനറേഷൻ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചും കൂടി പോപ്പുലർ ആണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്നു i20 ഈ ഒരു ജനറേഷൻ വണ്ടി കുറച്ച് ആളുകളെ എടുത്തിട്ടുള്ളൂ, കുറവാണ് ആളുകൾ എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രൈസ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് തന്നെ ആയിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹ്യുണ്ടായി പോലുള്ള ഒരു കൊറിയൻ ബ്രാൻഡിന്റെ അടുത്തുനിന്ന് കുറച്ചുകൂടി ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് മേടിക്കുന്ന ഒരു പ്രാക്ടിക്കാലിറ്റി ഒന്നും ഇന്ത്യൻസിന് അത്ര അധികം ഉണ്ടായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ അത്ര വലിയൊരു സക്സസ് ആയിരുന്നില്ല. പിന്നെ അതിന്റെ ശേഷം എലൈറ്റ് ഇറങ്ങി. എലൈറ്റ് എനിക്ക് തോന്നുന്നു 2014 ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എലൈറ്റ് ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഹ്യുണ്ടായി ഒന്നും കൂടി, അതായത് ആളുകൾ യൂസ് ചെയ്തിട്ടും പിന്നെ ഹ്യുണ്ടായിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക നല്ല പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എലൈറ്റ് കുറച്ചുകൂടി സക്സസ് ആയിരുന്നു. എലൈറ്റ് ആണ് ആക്ച്വലി i20 എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരിക, എലൈറ്റ് വേരിയന്റ്. പേഴ്സണലി എനിക്കും അതിന്റെ ഡിസൈൻ ഇഷ്ടമാണ്. അതിലും ഈ സെയിം എഞ്ചിൻ തന്നെയായിരുന്നു, 1.4 CRD ആയിരുന്നു. നല്ല വണ്ടി തന്നെയാണ് എലൈറ്റ് വേരിയന്റ്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കുറച്ചും കൂടി എന്താ പറയുക അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് തന്നെയായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് തേർഡ് ജനറേഷൻ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് 2019 ശേഷമാണത്. പേഴ്സണലി എനിക്ക് അതിന്റെ ഡിസൈൻ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ മാത്രമല്ല i20 ഡീസൽ ഓപ്ഷൻ അവർ എടുത്ത് കളയുകയും ചെയ്തു ആ വേരിയന്റ് ഇറക്കിയ സമയത്ത്. അപ്പം എനിക്ക് തോന്നുന്നു 2019 ശേഷം ആ ഡീസൽ എഞ്ചിൻ i20 വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഡീസൽ ഓപ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വേരിയന്റ് എടുക്കണം. ഇതിന്റെ പെട്രോൾ എഞ്ചിൻ അത്രത്തോളം ഫണ്ണല്ല, പ്രത്യേകിച്ച് ഇപ്പം ഇറങ്ങുന്ന ആ ഒരു എഞ്ചിന് അത്രത്തോളം ഒരു ഫണ്ണല്ല. ഈ ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫണ്ണാണ്. ഈ 1.4 CRD എനിക്കൊന്നു വെന്യൂലൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഈ 3 ജനറേഷനിലും ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേറെ വണ്ടി എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. ഇപ്പൊ കംഫർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും
പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്കിത് ഓക്കെയാണ്. ഇതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാനേ നമുക്ക് തോന്നുന്നുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ തോന്നില്ല. കാരണം വെച്ചാൽ ഈ വണ്ടി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും, ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം. ഞാൻ കളറിലൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അത്രേ തോന്നുന്നുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും എന്താ പറയുക, വേറൊരു വണ്ടി മേടിച്ചാലും ഈ വണ്ടി എന്തായാലും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഫീലാണ് ശരിക്കും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ വണ്ടി ഒന്ന് അതാണ് പെർഫോമൻസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ലോ എൻഡിലാണെങ്കിലും ആ ഒരു ലോ എൻഡ് ടോർക്ക് ശരിക്കും ഫീൽ ചെയ്യും വണ്ടിന്ന്. നമുക്ക് അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് ടെർബോ ലാഗ്, അതായത് നമ്മളെ ഡീസൽ വണ്ടിക്ക് എൻജിൻസിനൊക്കെ കോമൺലി വരുന്ന ഒരു കാര്യമാണ് ടെർബോ ലാഗ്. ആ ടെർബോ ലാഗ് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. നമുക്ക് ലോ എൻഡിലാണെങ്കിലും നമുക്ക് കാല് കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഈ വണ്ടി തരുന്നുണ്ട്. ആക്ച്വലി ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ വരുന്നത്. നമുക്ക് അത്ര എന്താ പറയുക, ആ ഒരു സമയത്ത് ഇറങ്ങിയിരുന്ന വണ്ടികളെ സംബന്ധിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അത്ര ഒരു ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തോന്നുന്ന ഒരു ഇന്റീരിയർ അല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം മിസ് ആവുന്നുണ്ട്. അത് നമുക്കൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയുക, എക്സ്പെഷ്യലി ഈ ടാക്കോമീറ്ററും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് അത് കാണാൻ. അതുപോലെ തന്നെ എന്താ പറയുക, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ഇതിൽ. എന്താ പറയുക, മൊത്തത്തിൽ ഇന്റീരിയറും എന്താ പറയുക ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു സമയത്താണെങ്കിലും ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടികളുടെ ഇന്റീരിയർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഇന്റീരിയർ ആണ്, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു ഗുഡ് ലുക്കിംഗ് ഇന്റീരിയർ ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഈ വണ്ടി എടുക്കുന്നത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്നും പ്രാക്ടിക്കൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത്ര വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ കംഫർട്ടും ഉണ്ട് ഈ വണ്ടിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ആണ്. അപ്പം എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. നിങ്ങളിപ്പം ഒരു ഡീസൽ വണ്ടി നോക്കുകയാണ്, കുറച്ച് പഴയതാണ്, കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും എന്താ പറയുക കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി പരിഗണിക്കാവുന്നതാണ്. കാരണം ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ വണ്ടികൾ ഒരു 2 ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം റേഞ്ചിൽ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ പെട്രോൾ ആണെങ്കിൽ ഇതിലും എന്താ പറയുക കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. പക്ഷെ പെട്രോൾ എഞ്ചിൻ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് പെർഫോമൻസ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ പഴയ പെട്രോൾ എഞ്ചിനാണ്, അത്രത്തോളം മൈലേജ് ഉണ്ടാവില്ല. ഒരു 10-12 റേഞ്ചിലൊക്കെ ആയിരിക്കും മൈലേജ്. എന്നാലും കുഴപ്പമില്ല, നല്ല ഡിസൈനും നല്ല കംഫർട്ടൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. പെട്രോൾ എഞ്ചിൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബെസ്റ്റ് വണ്ടി തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാടധികം ആളുകൾ പറയുന്ന ഒരു ഓപ്ഷൻ ഒന്നും അല്ല എന്ത് i20 ഡീസൽ ഫസ്റ്റ് ജനറേഷൻ എടുക്കാമെന്നുള്ളതൊന്നും. കൂടുതൽ ആളുകളും പറയുന്നുണ്ടാവുക റിറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ സെഡാൻസോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഇന്നും എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ ഓക്കെ, ശരി.